ഈ 19 കിലോ വാണിജ്യ സിലിണ്ടറിന് പുറമെ രാജ്യത്ത് 5 കിലോ സിലിണ്ടറിൻ്റെയും വില കൂട്ടിയെന്ന വിവരം വരുന്നു. ഡൽഹിയിൽ നിന്ന് 51 രൂപയാണ് ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുന്നത് 5 കിലോ സിലിണ്ടറിന്. അർജുൻ പീതാംബരൻ ഡൽഹിയിൽ നിന്ന് ഈ വാർത്ത അപ്ഡേറ്റ് ചെയ്യുന്നു. ആദ്യം വലിയ സിലിണ്ടറിന് 19 കിലോ ഉള്ള സിലിണ്ടർ 195 രൂപ കൂട്ടിയെന്നായിരുന്നു വിവരം. എക്സാക്ട്ലി 195 രൂപ 50 പൈസ. ഇപ്പോൾ ചെറിയ സിലിണ്ടർ 51 രൂപ കൂട്ടി. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് അർജുൻ? ഗുഡ് മോർണിംഗ്. SKN ജനങ്ങളുടെ ആശങ്ക വർദ്ധിക്കുകയാണ്. ഇപ്പോൾ എന്തായാലും കൊമേഴ്ഷ്യൽ സിലിണ്ടറുകൾക്ക് പുറമെ ഫ്രീ ട്രേഡ് LPG, അതായത് കുട്ടി സിലിണ്ടറുകളുടെ 5 കിലോയുടെ ചെറിയ സിലിണ്ടറുകളുടെയും വില വർദ്ധിപ്പിച്ചിരിക്കുന്നു. 51 രൂപയാണ് റീഫിൽ വിലയായി വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇനി ഒരു പക്ഷേ ഈ ഗാർഹിക ഉപയോഗത്തിന് ഉപയോഗിക്കുന്ന സിലിണ്ടറുകളുടെയും വില വർദ്ധിക്കുമോ എന്നുള്ള ചർച്ചകളും ആശങ്കകളും ഇതിനോടകം തന്നെ പ്രചരിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് പറയാനുള്ളത്. SKN 51 രൂപ ഈ 5 കിലോയുടെ FTL സിലിണ്ടറുകൾക്ക് വർദ്ധിക്കുമ്പോൾ അതിൻ്റെ റീഫിൽ റേറ്റ് 549 രൂപയായി മാറിയിട്ടുണ്ട്. നേരത്തെ 499 രൂപയായിരുന്നു. ഏറ്റവും അധികം യാത്രക്കാരൊക്കെ തന്നെയാണ് ഈ പറയുന്ന FTL സിലിണ്ടറുകൾ ഏറ്റവും അധികം ആശ്രയിക്കാറുള്ളത്. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ അവിടെ അന്യസംസ്ഥാന തൊഴിലാളികൾ ഏറ്റവും അധികം പാചകം ചെയ്യാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതും ഈ പറയുന്ന 5 കിലോയുടെ ചെറിയ സിലിണ്ടറുകളാണ്. മാത്രമല്ല അവയുടെ സ്പെഷ്യൽ അലോട്ട്മെന്റ് ഈ പറയുന്ന FTLലേക്ക് കൂടുതൽ ഗ്യാസ് റീഫിൽ ചെയ്യാൻ വേണ്ടിയുള്ള സൗകര്യങ്ങളടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളോട് നിർദ്ദേശം നൽകിയിരുന്നു. അതിൽ കൂടി കൂടുതൽ പരിഗണന നൽകണം. മുൻഗണനാ അടിസ്ഥാനത്തിൽ ഈ ചെറിയ സിലിണ്ടറുകളിൽ കൂടി റീഫിൽ നൽകണം, ഈ അന്യസംസ്ഥാന തൊഴിലാളികളെയും സഹായിക്കണമെന്നുള്ള കാര്യമെല്ലാം തന്നെ വ്യക്തമാക്കിയിരുന്നു. അതിൻ്റെയും അലോട്ട്മെന്റ് പ്രക്രിയ എല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് രാജ്യത്താകമാനം ഇപ്പോൾ 51 രൂപ ഈ റീഫിൽ റേറ്റ് കൂടി വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അത് വലിയ തോതിൽ യാത്രക്കാരെ സംബന്ധിച്ചും ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ ചെന്ന് ജോലി ചെയ്യുന്ന ഈ ദിവസക്കൂലിക്കാരെയും എല്ലാം സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. അത് മാത്രമല്ല ഇനി 14.2 കിലോയുടെ ഗാർഹിക ഉപയോഗത്തിനുള്ള സിലിണ്ടറുകളിലും വില വർദ്ധിക്കുമോ എന്നുള്ള ആശങ്ക തന്നെയാണ്. വരും ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട് ഒരു പക്ഷേ ചർച്ചയുണ്ടായേക്കാം. ഈ LPG സിലിണ്ടറുമായിട്ടുള്ള LPG വാതകവുമായിട്ടുള്ള കപ്പലുകൾ, ടാങ്കറുകൾ ഇന്ത്യയിലേക്ക് എത്താൻ വൈകുന്നതും മാത്രമല്ല ഇന്ത്യയിലെ LPG ആഭ്യന്തര ഉൽപ്പാദനത്തിൽ ഏതെങ്കിലും തരത്തിൽ പ്രതിസന്ധിയോ മറ്റെന്തെങ്കിലും കാലതാമസമോ ഉണ്ടാകുകയാണെങ്കിൽ ഒരുപക്ഷെ ആ ഒരു നീക്കത്തിലേക്ക് കൂടി കേന്ദ്ര സർക്കാർ പോയേക്കും എന്നുള്ള സൂചന തന്നെയാണ് ഇപ്പോൾ ലഭ്യമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.